ഒരു കൊടുങ്കുറ്റവാളിക്ക് എന്ത് ബന്ധം, എന്ത് സ്വന്തം? അവർ അവരുടെ മേൽക്കോയ്മയ്ക്കേൽക്കുന്ന മുറിവുകളിൽ അസ്വസ്ഥരാകുന്നവരാണ്. ആ മുറിവുണക്കാൻ ആരെ വേണമെങ്കിലും കൊന്നു തള്ളാൻ പോലും മടിക്കാത്തവരാണ്. ഒരു ദയയും ഒരു നന്ദിയും അവരിൽ നിന്ന് പ്രതീക്ഷിക്കണം. ഒരു രാത്രി മുഴുവനും നീണ്ടുനിന്ന രക്തക്കലി, ഒരു പ്രദേശത്തെ മനുഷ്യരാകെ പരക്കം പാഞ്ഞ ഇരുട്ടിലെ മണിക്കൂറുകൾ, ഒരു നരാധമന്റെ പകയ്ക്ക് മുന്നിൽ അടിപതറിപ്പോയ ഒരു കുടുംബം. ആ രാത്രി വെളുക്കുമ്പോഴേക്കും നഷ്ടമായത് 2 ജീവനുകൾ. അലറി വിളിച്ചോടി വരുന്ന ആ യുവതിയെ കണ്ടതോടെ നാട്ടുകാർ അമ്പരന്നു. കയ്യിലൊരു കുഞ്ഞുമുണ്ട്. ഈ പാതിരാത്രിയിൽ പ്രാണഭയത്തോടെ കൈക്കുഞ്ഞുമായി വരുന്നത് കണ്ടാലറിയാം അവളെ പിന്തുടർന്ന് ആരോ വരുന്നുണ്ട്. ജനുവരി 19 ആ ദിവസത്തിലേക്ക് കടക്കുന്നതേയുള്ളൂ. രാത്രി 12 മണി കഴിഞ്ഞിരിക്കുന്നു. തോട്ടക്കര പള്ളിപ്പടി ഒറ്റപ്പാലം, പാലക്കാട് ജില്ല. രാത്രി തോട്ടക്കര പള്ളിപ്പടി കവലയിൽ അധികം ആളുകൾ ഉണ്ടാകാറില്ല. പരമാവധി ഒരു 11 മണി വരെ. ഒറ്റപ്പാലം നഗരത്തിനോട് ചേർന്ന പ്രദേശമാണെങ്കിലും കടകളെല്ലാം ആ സമയത്തോടെ അടയ്ക്കും. അടുത്ത് താലൂക്ക് ആശുപത്രിയുണ്ട്, ഏകദേശം 1 കിലോമീറ്റർ ദൂരം. അവിടെ ആ താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ മാത്രമാണ് ആ സമയത്ത് ചെറുതായെങ്കിലും ആളുമനക്കവുമുള്ളത്. പക്ഷെ അന്ന് പള്ളിപ്പടി കവലയിൽ ഒരു ചെറിയ സംഘമുണ്ടായിരുന്നു. അവിടെ ഒരു കാറ് കിടക്കുന്നുണ്ട്. അടുത്ത ദിവസത്തെ ഒരു കല്യാണ ഒരുക്കത്തിലാണ് ആ സംഘം. കല്യാണ മണ്ഡപത്തിലെ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടി പോയി വരുന്ന വഴി കുറച്ച് ചെറുപ്പക്കാർ. കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളുടെ ബാർബർ ഷോപ്പ് അവിടെ ആ തോട്ടക്കരയിൽ തന്നെയാണ്. അവിടെ കയറി എന്തോ എടുക്കാനാണ് അവർ ആ കാറ് അവിടെ നിർത്തി കാത്തുനിന്നത്. ആ രാത്രി ആ പെൺകുട്ടി അലറി വിളിച്ചോടിയെത്തിയത് അവരുടെ മുന്നിലേക്കാണ്. കയ്യിലുള്ള കുട്ടിയെ കൂടി കണ്ടതോടെ ആ ചെറുപ്പക്കാർ ജാഗ്രതയിലായി. പ്രശ്നം ഗുരുതരമാണ്. ആ സ്ത്രീയുടെ മുഖത്തെ ഭയം അത് പറയുന്നുണ്ട്. ഓടി വരുന്ന ആ യുവതി അവിടെ നിന്ന ചെറുപ്പക്കാരുടെ സംഘത്തിന് അപരിചിതയല്ല. നാട്ടുകാർക്ക് നല്ലതുപോലെ അറിയാം. അവിടെ അടുത്താണ് താമസവും. പക്ഷെ എന്തിനാണ് അവൾ കരഞ്ഞുകൊണ്ട് ഓടി വരുന്നത്? ആരാണ് അവളെ പിന്തുടർന്നു വരുന്ന അവൾ ഭയക്കുന്ന ആ ഒരാൾ? സുൽഫിയത്ത്, വയസ്സ് 25, നാലകത്ത് വീട്, തോട്ടക്കര, ഒറ്റപ്പാലം, പാലക്കാട് ജില്ല. സുൽഫിയത്തിന്റെ കയ്യിൽ അവളുടെ 3.5 വയസ്സുകാരൻ മകനാണ്. ഓടി വരുന്ന പെൺകുട്ടി ആ ചെറുപ്പക്കാരോട് പൊട്ടിക്കരഞ്ഞ് ഏങ്ങലടിച്ചാണ് അത് പറഞ്ഞത്. അയാൾ വെട്ടി, എന്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും വെട്ടേറ്റിട്ടുണ്ട്. ചെറുപ്പക്കാരുടെ സംഘം ഒന്ന് ഞെട്ടി. ആരാ വെട്ടിയത്? എന്തിന്? എന്താണ് പ്രശ്നം? അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവൾ അപ്പോൾ പുറകിലേക്ക് കൈ ചൂണ്ടി. സുൽഫിയത്ത് കൈ ചൂണ്ടിയ ഭാഗത്ത് അവർ ശ്രദ്ധിച്ചു. ഇരുട്ടത്ത് ആരോ ഓടി വരുന്നുണ്ട്. ആളനക്കമുണ്ട്, പക്ഷേ മുഖം വ്യക്തമല്ല. ഓടി വന്നയാൾ പെട്ടെന്ന് നിന്നു. നാട്ടുകാരെ അയാൾ കണ്ടിരിക്കണം. ആ രൂപം മെയിൻ റോഡിൽ നിന്ന് ഇടതുവശത്തെ പള്ളി റോഡിലേക്ക് തിരിഞ്ഞതായി അവർക്ക് മനസ്സിലായി. കാര്യം സീരിയസ് ആണ്. സുൽഫി പറയുന്നത് വെച്ച് നോക്കിയാൽ ആ വീട്ടിൽ 2 പേരെ വെട്ടിയ അതേ ആൾ സുൽഫിക്ക് പിന്നാലെ തന്നെയുണ്ട്. അവർക്ക് വിളിക്കാൻ തോന്നിയത് പ്രദേശത്തെ ചില രാഷ്ട്രീയ പ്രവർത്തകരെയാണ്. നഗരസഭാ കൗൺസിലർ ശശികുമാർ അതിവേഗം സ്ഥലത്തെത്തി. അവനെ തിരയാം, പോലീസിനെയും വിവരമറിയിക്കാം. അപ്പോഴേക്കും ചിലർ കൂടി അവിടെ എത്തി. സുൽഫിയത്തും കുഞ്ഞും അവിടെ ആ നേരത്ത് അങ്ങനെ നിൽക്കാൻ പാടില്ല, അത് ആപത്താണ്. അയാൾ ആ ഭാഗത്ത് തന്നെ ഉണ്ടാകണം. അടുത്തുള്ള ഒരു സുരക്ഷിതമായ സ്ഥലം, ഒരു വീട്. രാത്രി അവരെ അങ്ങനെ ഒരു വീട്ടിലാക്കി.
ആ പ്രദേശത്തെ ഇടവഴികളിലൂടെ നാട്ടുകാർ ആ മണിക്കൂറുകളിൽ കറങ്ങി നടക്കുകയായിരുന്നു. പോലീസ് എത്തിയോ എന്നറിയില്ല. പെട്ടെന്നാണ് ഒരാൾ ശശികുമാറിന്റെ മുന്നിൽ വന്നു നിന്നത്. ഇരുട്ടായതുകൊണ്ട് ആദ്യം അയാളുടെ മുഖം ശ്രദ്ധിക്കാൻ ശശികുമാറിന് കഴിഞ്ഞില്ല. ഒരു പെണ്ണും കുട്ടിയും ഇതുവഴി പോയിരുന്നോ? അയാൾ ചോദിച്ചു. ശശികുമാർ മറുപടി നൽകിയില്ല, കണ്ടില്ല. അപ്പോഴാണ് ശശി അയാളുടെ മുഖത്തെ ആ കറ ശ്രദ്ധിച്ചത്. രക്തമല്ലേ അത്? നിന്റെ മുഖത്ത് ചോരയാണോ? എന്താ നിന്റെ മുഖത്ത് ചോര? എന്താണ് സംഭവം? ശശികുമാർ അയാളെ നിരന്തരം ചോദ്യം ചെയ്തു. ചോദ്യം കേട്ടപ്പോൾ തന്നെ അവനൊന്ന് പരുങ്ങി. 2 അടി പിന്നിലേക്ക് മാറി അവൻ മറുപടി പറഞ്ഞു. ഒന്നുമില്ല ചേട്ടാ, അത് ഞാൻ എൻ്റെ കൈഞ്ഞരമ്പ് വെറുതെ ഒന്ന് മുറിച്ചതാണ്. അത് പറഞ്ഞു തീരും മുമ്പേ അയാൾ തിരിഞ്ഞോടിക്കഴിഞ്ഞിരുന്നു. ഇരുളിലേക്ക് മറഞ്ഞു. ശശികുമാർ ഉറക്കെ ഒപ്പമുള്ളവരെ വിളിച്ചു. അവൻ പോയിട്ടില്ല, അവനാണെന്ന് തോന്നുന്നു, ഇവിടെ തന്നെ ഉണ്ട്. ഒപ്പമുള്ളവർ അടുത്ത വഴികളിലേക്ക് ഓടി അവനെ തിരഞ്ഞു. 2026 ജനുവരി 19, സമയം പുലർച്ചെ 12:45. നാലകത്ത് വീട്, തോട്ടക്കര. ഒറ്റപ്പാലം പോലീസ് സ്ഥലത്തെത്തി. പെൺകുട്ടി പറഞ്ഞ സൂചനകൾ അനുസരിച്ചാണെങ്കിൽ ആ വീടിനു പിൻഭാഗത്താണ് സംഭവം നടന്നിരിക്കുന്നത്. വീടിനുള്ളിലേക്ക് കയറിയ പോലീസ് നേരെ വീടിന്റെ പുറകിലെത്തി. അവർ ആ കാഴ്ച കണ്ടു. 2 പേർ, സ്ത്രീയും പുരുഷനും, മുറിവേറ്റ് രക്തം വാർന്നാണ് കിടക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ പോലീസിന് കാര്യം മനസ്സിലായി. 2 പേർക്കും ജീവൻ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. നസീർ, നാലകത്ത് വീട്, തോട്ടക്കര, ഒറ്റപ്പാലം, പാലക്കാട് ജില്ല. സുഹറ, നസീറിന്റെ ഭാര്യ, നാലകത്ത് വീട്, തോട്ടക്കര. കൊല്ലപ്പെട്ട 2 പേർ. കൊലയാളി ഇവിടെ പരിസരത്തു തന്നെയുണ്ട്. ഇതേ സമയം അഭയം തേടിയ അയൽവക്കത്തെ വീട്ടിൽ അവരുണ്ട്. സുൽഫിയത്തും മകൻ 3 വയസ്സുകാരൻ മുഹമ്മദ് ഷാനും. ആ രാത്രിയിൽ അവർ സാക്ഷ്യം വഹിച്ച ആ നടുക്കുന്ന ക്രൂരകൃത്യം, അതിൻ്റെ മരവിപ്പിൽ ഭയത്തോടെ ഇരിക്കുകയായിരുന്നു 2 പേരും. കുഞ്ഞിനെ പുറകിൽ നിന്ന് കണ്ട ആ വീട്ടിലെ ഒരാളാണ് ആദ്യം അത് ശ്രദ്ധിച്ചത്. അയാൾ ആ കുട്ടിയുടെ ഷർട്ട് പതുക്കെ ഊരി. അയൽവാസികൾ അത് കണ്ടു. കൈക്ക് തൊട്ടു താഴെയായി കഷത്ത് നിന്ന് ചോര വരുന്നുണ്ട്. കുഞ്ഞിന് മുറിവേറ്റിരിക്കുന്നു. അതുവരെ ആരും അത് ശ്രദ്ധിച്ചില്ല. ആദ്യം കുറേ നേരം കരഞ്ഞ ആ കുഞ്ഞും കരച്ചിൽ നിർത്തിയിരുന്നു. അവൻ്റെ ശരീരത്തിൽ ഒരു മുറിവുണ്ട്, ഗുരുതരമായ മുറിവ്. രക്തം കുറെ വാർന്നു പോയിരിക്കുന്നു. പെട്ടെന്ന് തന്നെ നാട്ടുകാർ അവനെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. തോട്ടക്കരയിലെ നസീറിന്റെയും സുഹറയുടെയും വളർത്തുമകളാണ് സുൽഫിയത്ത്. ആരോരുമില്ലാത്ത ഒരു യത്തീം കുട്ടിയായിരുന്നു. നസീർ ദത്തെടുത്ത് വളർത്തി, സ്വന്തം മകളായി തന്നെ. നാലകത്ത് നസീറിനും ഭാര്യ സുഹറയ്ക്കും കാത്തിരുന്ന് കിട്ടിയ പ്രിയ മകളാണ് സുൽഫിയത്ത്. വളർത്തുമകളായല്ല, സ്വന്തം മകളായി തന്നെയാണ് അവർ അവളെ വളർത്തിയത്. ചെറിയൊരു കടയാണ് നസീറിൻ്റെയും കുടുംബത്തിൻ്റെയും വരുമാനമാർഗം. അധിക വരുമാനമില്ലെങ്കിലും ചെറിയ കുടുംബം സന്തുഷ്ടമായിരുന്നു. പക്ഷേ സുൽഫിയത്തിൻ്റെ മനസ്സിൽ മുട്ടിട്ട ഒരു പ്രണയം ആ കുടുംബത്തിലേക്ക് വരാനിരിക്കുന്ന വലിയ ദുരന്തത്തിൻ്റെ തുടക്കമായിരുന്നു. ചെറുപ്രായത്തിൽ തോന്നിയൊരു പ്രണയം. കുടുംബത്തിലെ തന്നെ ഒരംഗമായിരുന്നു സുൽഫിയത്തിൻ്റെ മനസ്സിലേക്ക് കടന്നുകൂടിയ ആ യുവാവ്. സുൽഫിയത്ത് തൻ്റെ ജീവിതത്തിൽ ഒപ്പം കൂട്ടാൻ തീരുമാനിച്ചത് അത് സ്വന്തം അമ്മാവൻ്റെ മകനെ തന്നെ. അവർ തമ്മിൽ ഒരു സാമ്യം കൂടിയുണ്ട്. അവിടെ ആ വീട്ടിൽ സുൽഫിയത്തിൻ്റെ വളർത്തമ്മയുടെ സഹോദരനും മക്കളുണ്ടായിരുന്നില്ല. അങ്ങനെ അവരും ദത്തെടുക്കാൻ തീരുമാനിച്ചതോടെയാണ് അവനും ആ വീട്ടിലെത്തുന്നത്. മുഹമ്മദ് റാഫി എത്തിയതും സുൽഫിയത്തിനെ പോലെ തന്നെ ഒരു യത്തീംഖാനയിൽ നിന്ന്. മുഹമ്മദ് റാഫി, വയസ്സ് 30, വലിയകത്ത് വീട്, വെളിയങ്കോട്, പൊന്നാനി, മലപ്പുറം ജില്ല. പക്ഷെ സുൽഫിയത്ത് ഈ വീട്ടിൽ വളരുന്നതുപോലെ ആയിരുന്നില്ല റാഫി അവിടെ വളർന്നത്. അവിടെ ഉപ്പയും ഉമ്മയും അവൻ വളരുന്നതനുസരിച്ച് കണ്ണീര് കുടിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ സുൽഫിയത്തിന് അവൻ്റെ കുസൃതികൾ ചെറിയ പ്രായം മുതലേ ഇഷ്ടമായിരുന്നു. ചെറുപ്രായത്തിൽ റാഫിയോട് തോന്നിയ അടുപ്പം അവൾക്കൊപ്പം വളർന്നു. പക്ഷെ 2 വീട്ടിലെയും മുതിർന്നവർക്ക് ഈ ബന്ധത്തിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ്റെ സ്വഭാവം ശരിയല്ല,
സുൽഫിയത്തിന്റെ മാതാപിതാക്കൾ നസീറിനും മാതാവ് സുഹറയ്ക്കും റാഫിയെക്കുറിച്ചുള്ള വിലയിരുത്തൽ ഇതായിരുന്നു. പക്ഷേ അതൊന്നും സുൽഫിയത്തിന്റെയും റാഫിയുടെയും ബന്ധത്തിന് ഒരു തടസ്സവുമായില്ല. ഡിഗ്രി 1-ാം വർഷ വിദ്യാർത്ഥിനിയായിരിക്കെ അവർ വിവാഹിതരായി. അന്ന് ആ വിവാഹം നടന്നത് വീട്ടുകാരുടെ സമ്മതമില്ലാതെയായിരുന്നു. ആ വാർത്ത കേട്ട് ആദ്യം നസീറിനും ബീവിക്കും ഞെട്ടലായിരുന്നു. മകൾ എല്ലാവരെയും ധിക്കരിച്ച് തങ്ങൾക്കിഷ്ടമില്ലാത്ത ഒരുവന്റെ കൂടെ പോയിരിക്കുന്നു. എതിർപ്പുകൾക്ക് ആയുസ് കുറവായിരുന്നു. അവർ ഒരുമിച്ച് താമസം തുടങ്ങിയതോടെ വീട്ടുകാരുടെ എതിർപ്പുകൾ പതിയെ പതിയെ ഇല്ലാതായിക്കൊണ്ടിരുന്നു. സഹോദരന്റെ മകനല്ലേ എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു അവർ. പൊന്നാനിയിലേക്ക് താമസം മാറിയ സുൽഫിയത്ത് ഒറ്റപ്പാലത്തെ സ്വന്തം വീട്ടിലേക്ക് വരുന്നതും മാതാപിതാക്കൾ നസീറും സുഹറയും പൊന്നാനിയിലേക്ക് തിരികെ പോകുന്നതുമൊക്കെ പിന്നെ പതിവായി. പക്ഷേ അപ്പോഴും നസീറിന് തന്റെ മരുമകനെക്കുറിച്ചുള്ള അഭിപ്രായത്തിൽ മാറ്റമൊന്നും ഉണ്ടായില്ല. ഒന്നാമത്തെ കാര്യം, ജോലിക്ക് പോയി വരുമാനമുണ്ടാക്കാനുള്ള ഒരു ശ്രമവും അവന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. ഒരു കുടുംബമായി എന്ന ഉത്തരവാദിത്വം അവനില്ല. കൂട്ടുകെട്ടും ഊരുചുറ്റലും തന്നെ. നസീർ അത് അവനോട് തന്നെ ചോദിക്കാറുണ്ട്. ഒരു ജോലിക്കും നീ പോകുന്നില്ല, സ്ഥിര വരുമാനമില്ലാതെ എങ്ങനെ മുന്നോട്ട് ജീവിക്കാനാകും? ഒരു പിതാവിന്റെ മനസ്സിലെ ആകുലത. അയാളത് തന്റെ ബന്ധുക്കളോടും തുറന്നു പറഞ്ഞിരുന്നു. ജീവിതം പരാതിയും പരിഭവവുമായി മുന്നോട്ടു പോകവേ സുൽഫിയത്ത് ഗർഭിണിയായി. വർഷം 2022. അവളൊരു ആൺകുഞ്ഞിന് ജന്മം നൽകി. മുഹമ്മദ് ഇഷാൻ എന്ന് ആ കുട്ടിക്കവർ പേര് നൽകി. മകൻ വന്നതോടെ റാഫി പുതിയൊരാളാകുമെന്നവർ കരുതി. പക്ഷെ ആ സന്തോഷം അധിക നാൾ നീണ്ടുനിന്നില്ല. അയാളുടെ പ്രണയം പ്രകൃതിയുടെ ഒരു വഞ്ചനയായിരുന്നു. സുൽഫിയത്ത് കരുതിയിരുന്ന ആളായിരുന്നില്ല റാഫി. ആദ്യ നാളുകളുടെ മധുരം അവസാനിക്കുന്നതിനൊപ്പം റാഫിക്ക് അവളോടുള്ള ബഹുമാനവും നഷ്ടമായി. അയാളുടെ സ്വഭാവം അനുദിനം മാറി വരികയായിരുന്നു. ഒരു കുഞ്ഞു ജനിച്ചതോടെ റാഫി പഴയ കൂട്ടുകെട്ടുകളെല്ലാം ഉപേക്ഷിച്ച് കുടുംബം നോക്കുമെന്നായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. എല്ലാ പ്രതീക്ഷകളും അസ്ഥാനത്തായി. പണ്ടുമുതലേയുള്ള അയാളിലെ സ്വഭാവത്തിലെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കി ആ വിഷം കൂടി കടന്നു വന്നു. അയാളുടെ സ്വഭാവത്തെ മാറ്റിമറിച്ചതിന്റെ കാരണങ്ങൾ ബന്ധുക്കളും നാട്ടുകാരും തിരിച്ചറിഞ്ഞ സമയം. ഒരു ലഹരിമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് റാഫി പോലീസിന്റെ പിടിയിലായി. അതാ കുടുംബത്തിന് താങ്ങാനാകുമായിരുന്നില്ല. അതിനോടകം തന്നെ അയാളുടെ മയക്കുമരുന്ന് ഉപയോഗം സുൽഫിയത്ത് തിരിച്ചറിഞ്ഞിരുന്നു. പലതവണ പിന്തിരിപ്പിക്കാൻ അവൾ ശ്രമിച്ചു. പ്രണയത്തോടെ അനുനയിപ്പിക്കാൻ നോക്കി. പക്ഷെ ഒന്നും ഫലം കണ്ടില്ല. കുഞ്ഞിനെ കരുതി അടങ്ങണമെന്ന് നിർബന്ധം പിടിച്ചപ്പോൾ സമ്മതിച്ചു പോയ ആളാണ്. പക്ഷെ അയാളാണ് മയക്കുമരുന്ന് കടത്തിനിടെ പിടിയിലായത്. ആ കേസിൽ നിന്ന് രക്ഷിക്കാനും ജാമ്യം കിട്ടാനും കുറേ പണവും ചെലവായി. പക്ഷെ സുൽഫത്ത് തന്നെ മുൻകൈയെടുത്ത് ആ നടപടികളൊക്കെ പൂർത്തിയാക്കി. കേസിൽ പിടിക്കപ്പെട്ട ശേഷം പുറത്തിറങ്ങിയ അയാളുടെ സ്വഭാവം മുൻപത്തേക്കാൾ മോശമായി വന്നു. ലഹരി ഉപയോഗിച്ച് വീട്ടിലെത്തിയുള്ള പ്രശ്നങ്ങൾ പതിവായി. ഒടുവിൽ പരസ്പരമുള്ള വഴക്ക് അതിരുകടന്നു. അവളെ റാഫി ഉപദ്രവിക്കുന്ന തലത്തിലേക്ക് അത് വളർന്നു. തല്ലും കലഹവും പതിവായപ്പോൾ ഇനി സഹിക്കാനില്ല എന്ന തീരുമാനമെടുക്കണമെന്ന് അവളും തീരുമാനിച്ചു. 2025 തുടക്കത്തിലാണ്. ഒട്ടും സഹിക്കാൻ വയ്യാതെ 1 വർഷം മുൻപ് പൊന്നാനിയിൽ നിന്ന് സുൽഫിയത്ത് ഇറങ്ങി. സ്വന്തം നാടായ തോട്ടക്കരയിലെ വീട്ടിലേക്ക് കുട്ടിയെയും കൂട്ടി സുൽഫത്ത് തിരികെ എത്തി. ഒട്ടും യോജിക്കാനാകുന്നില്ല. അയാളുമായി ഇനിയൊരു ജീവിതം ഓർക്കാനേ വയ്യ, അവൾ വീട്ടുകാരോട് പറഞ്ഞു. ബന്ധുക്കളും മറ്റും മധ്യസ്ഥത വഹിക്കാനെത്തി. പക്ഷേ അവർ നസീറും ഭാര്യ സുഹറയും മകൾക്കൊപ്പം തന്നെ നിന്നു. അവന്റെ സ്വഭാവം ദിവസം തോറും മോശമായി വരികയാണ്. കൂടാതെ ലഹരി ഉപയോഗവും. മകളെ ഇനി കൂടെ അയക്കാൻ കഴിയില്ല. മധ്യസ്ഥ ശ്രമങ്ങൾ പരാജയപ്പെട്ടു. കോടതിയിൽ വിവാഹമോചനത്തിന്
കേസും ഫയൽ ചെയ്തു. കോടതിയിലും അവർ പറഞ്ഞു, മയക്കുമരുന്നും കഞ്ചാവും ഉപയോഗിക്കുക മാത്രമല്ല അതിൻ്റെ കച്ചവടവുമുണ്ട്. കേസും കോടതിയുമായി പണം ആ വഴിക്ക് പോകും. കോടതി എല്ലാം കേട്ടു. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കേസ് ഒരു ഭാഗത്ത്, റാഫി അപ്പോൾ തന്നെ മറുഭാഗത്ത് മറുനീക്കം നടത്തി. മകനെ വിട്ടുകിട്ടാൻ മുഹമ്മദ് റാഫി മറ്റൊരു ഹർജി ഫയൽ ചെയ്തു. അയാൾക്ക് ആ 3.5 വയസ്സുകാരനെ ഒപ്പം കിട്ടണം. കോടതി ഇരുഭാഗവും കേട്ടു. എന്നിട്ട് തീർപ്പ് കൽപ്പിച്ചു. കുഞ്ഞിനെ ആഴ്ചയിൽ 2 ദിവസം അച്ഛൻ മുഹമ്മദ് റാഫിക്കൊപ്പം വിടാൻ ആ കോടതി ഉത്തരവായി. ഒരിക്കലും അവർക്ക് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ കഴിയാത്ത വിധി. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും സുൽഫിയത്തും വീട്ടുകാരും അത് അംഗീകരിച്ചു. കോടതി ഉത്തരവല്ലേ. കടുത്ത മാനസിക വേദനയോടെ അവർ മകനെ റാഫിക്കൊപ്പം വിട്ടു. മകനെ ഒപ്പം കൊണ്ടുപോകാൻ 2 ദിവസമാണ് കോടതി അനുവദിച്ചത്. പക്ഷേ പറഞ്ഞ സമയമാകുന്നു. കുഞ്ഞിനെ തിരികെ എത്തിക്കുമെന്ന പ്രതീക്ഷയിൽ നിന്ന സുൽഫിയത്ത് നിരാശയിലായി. പറഞ്ഞ സമയത്ത് കുട്ടിയെ തിരികെ മാതാവിനെ ഏൽപ്പിക്കാൻ അയാൾ തയ്യാറായില്ല. സുൽഫിയത്തും കുടുംബവും പോലീസിനെ സമീപിച്ചു. ഒടുവിൽ വീണ്ടും കോടതി ഇടപെട്ടു. കോടതിയുടെ ശകാരത്തോടെയാണ് കുട്ടിയെ അമ്മയ്ക്ക് കിട്ടിയത്. അതോടെ റാഫിക്ക് സുൽഫിയത്തിനോടും കുടുംബത്തിനോടും പക ഇരട്ടിച്ചു. ആരും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കം. അയാളുടെ ആ ബുദ്ധി ആരും അറിഞ്ഞില്ല. കയ്യെത്തും ദൂരെ നിന്ന് അയാൾ തന്റെ പുതിയ തന്ത്രം മെനഞ്ഞു. 2025 ഡിസംബർ. ആ കാലത്താണ് അയാൾ അതൊരു പതിവാക്കിയത്. മിക്കവാറും ദിവസങ്ങളിൽ അയാൾ ഒറ്റപ്പാലത്തെ ആ വീട്ടിലെത്തും. മകനെ കാണണം, അതാണ് ആവശ്യം. തോട്ടക്കരയിലെ സുൽഫിയത്തിന്റെ വീട്ടിലെത്തുമ്പോൾ അവിടെ റാഫിയെ തടയാൻ നസീർ ഉണ്ടാകും, സുൽഫിയത്തിന്റെ പിതാവ്. നസീർ മാത്രമല്ല, ആ കുടുംബത്തിലെ ആരും അയാളെ അങ്ങോട്ട് കയറ്റുകയേയില്ല. ആ ചെറുത്തുനിൽപ്പ് റാഫിയുടെ താൻ പോരുമയെ തെല്ലൊന്നുമല്ല ഉലച്ചത്. അയാളുടെ ഉള്ളിലെ മൃഗം പക കൊണ്ട് ജ്വലിച്ചു. റാഫിയെ എന്നും ഇങ്ങനെ തടയാനും നിർത്താനും കഴിയില്ല. അയാളിൽ പകയുള്ളൊരു മൃഗമുണ്ട്. സുൽഫിയത്ത് തന്നെ അക്കാര്യം നസീറിനോട് പറഞ്ഞു. നമുക്കൊരു പരാതി കൊടുക്കാം. നസീറും മകളും ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകി. പോലീസുകാർ ഇരു കൂട്ടരെയും വിളിച്ച് പ്രശ്നം ഒത്തുതീർക്കാൻ ആവശ്യപ്പെട്ടു. ഇനി പ്രശ്നമൊന്നും ഉണ്ടാകരുതെന്ന് താക്കീത് ചെയ്താണ് അയാളെ അന്ന് പോലീസ് തിരികെ വിട്ടത്. പക്ഷേ അയാൾക്ക്, മുഹമ്മദ് റാഫിക്ക്, അതൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല. അയാൾ ആ വീട്ടിൽ വരുന്നത് നിർത്തിയില്ല. മലപ്പുറത്തെ പൊന്നാനിയിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് വന്നു പോകുന്നത് അത്ര പ്രയാസമുള്ള കാര്യമല്ല. പക്ഷെ ഇത്രയും വേഗത്തിൽ എന്നും ഇങ്ങനെ വരാൻ ഇയാൾക്ക് എങ്ങനെ കഴിയുന്നു? ആ അന്വേഷണം, അതിൻ്റെ ഉത്തരം, അത് നസീറിനെ ഞെട്ടിച്ചു. അവൻ ആ നാട്ടിൽ സുൽഫിയത്തിന്റെ വീടിന് വളരെ അടുത്ത് തന്നെ ഉണ്ട്. മടങ്ങിപ്പോകാതെ അയാൾ എന്തോ ലക്ഷ്യമിട്ട് തന്നെ ആ നാട്ടിൽ കൂടി. തോട്ടക്കര എക്സൈസ് ഓഫീസിന് വളരെ അടുത്തുള്ള ഒരു മുറി അയാൾ വാടകയ്ക്കെടുത്ത് താമസം തുടങ്ങിയിരുന്നു. അവിടെ നിന്നാണ് അയാൾ അടിക്കടി ആ വീട്ടിലേക്ക് എത്തി മടങ്ങുന്നത്. ഇടയ്ക്കിടെ ഇങ്ങനെ വീടിന് മുന്നിൽ വന്ന് പ്രശ്നമുണ്ടാക്കുമെങ്കിലും വീട്ടിൽ കയറി ഉപദ്രവമൊന്നുമില്ല. ഇതിനിടെയുള്ള കോടതി വിധികളും പോലീസ് മുന്നറിയിപ്പും ശാസനയുമൊക്കെ ഉള്ളതുകൊണ്ടാകാം ദേഹോപദ്രവമില്ല. അതുകൊണ്ട് തന്നെ അവന്റെ പുതിയ താമസവും അടിക്കടിയുള്ള വരവും നസീറും കുടുംബവും അത്ര കാര്യമായി എടുത്തില്ല. പക്ഷേ അവന്റെ മനസ്സ് ഒരു ചെകുത്താന്റെ കോട്ട പോലെയായി മാറിയിരുന്നു. അതുകൊണ്ടാണ് അന്ന് അവൻ എല്ലാം ഉറപ്പിച്ച് അവിടെ എത്തിയത്. അതുപക്ഷേ മുൻകൂട്ടി മനസ്സിലാക്കാൻ അവർക്ക് കഴിയാതെ പോയി. അന്ന് അയാൾ കാത്തുനിന്നത് ലോകമുറങ്ങാനായിരുന്നു. എല്ലാവരും ഇരുട്ടിലേക്ക് കണ്ണടയ്ക്കുമ്പോൾ അവൻ ഉറങ്ങാതെ പതിയിരുന്നു. ആരും ഓർത്തില്ല ആ വീട്ടിൽ അന്ന് അങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന്. ആ ചെറുകവലയിൽ നിന്ന് ആളൊഴിയാൻ മുഹമ്മദ് റാഫി കാത്തു നിൽക്കുകയായിരുന്നു. 2026 ജനുവരി 18. അന്നു രാത്രി 8 മണിയോടെ മുഹമ്മദ് റാഫി
സുൽഫിയത്തിന്റെ വീടിന് പരിസരത്തെത്തി. എല്ലാം നോക്കി മനസ്സിലാക്കി. ഒരിക്കൽ കൂടി ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി റോഡിനരികിൽ തന്നെയാണ് സുൽഫിയത്തിന്റെ വീട്. തൊട്ടടുത്തൊരു കട രാത്രി 10 മണിയെങ്കിലും ആകണം അടയ്ക്കാൻ. എക്സൈസ് ഓഫീസിനും തോട്ടക്കര ക്രിസ്ത്യൻ പള്ളിക്കും അടുത്തുള്ള തൻ്റെ വാടക മുറിയിലേക്ക് അയാൾ മടങ്ങി. സമയക്രമം അയാൾ ഒന്നുകൂടി മനക്കണക്ക് കൂട്ടി. രാത്രി 11 മണിയോടെ അയാൾ അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി. നടന്ന് തോട്ടക്കര സെന്ററിലെത്തി. എല്ലാവരും പ്രദേശം വിട്ടു പോകുന്നതുവരെ അവിടെ ചുറ്റിപ്പറ്റി നിന്നു. സമയം രാത്രി 11:30. നസീർ ഒരു ശബ്ദം കേട്ടാണ് ഇറങ്ങിയത്. വീടിന് പുറകുവശത്താണ്. വീടിന് പുറകിലെത്തിയ നസീറിന് പക്ഷേ അവിടെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. എന്തോ സംശയം തോന്നിയിട്ടാണ് നസീർ പുറത്തേക്കിറങ്ങിയത്. അയാൾ ഒന്നുകൂടി ഇരുട്ടിലേക്ക് തല നീട്ടി നോക്കി. പെട്ടെന്നാണത് സംഭവിച്ചത്. എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകുന്നതിന് മുൻപ് തന്നെ നസീറിന്റെ മുതുകിലും വയറ്റിലുമൊക്കെ കത്തി ആഴ്ന്നിറങ്ങി. ആരാണതെന്ന് നസീറിന് മനസ്സിലാകുന്നതിന് മുൻപ് തന്നെ ആഞ്ഞൊരു കുത്തുകൂടി കിട്ടി. അതും വൈറലായിരുന്നു. തന്റെ ഭർത്താവിന്റെ ശബ്ദമാണ് ഈ രാത്രിയിൽ കേൾക്കുന്നത്. അതൊരു മരണവെപ്രാളത്തിലുള്ള അലർച്ചയായിരുന്നു. ഞെട്ടി എഴുന്നേറ്റ ഭാര്യ സുഹറ എത്തുമ്പോൾ വീടിനു പുറകിൽ കിടന്നു പിടയുന്ന ഭർത്താവിനെയാണ് കണ്ടത്. ശബ്ദമുണ്ടാക്കാൻ തുടങ്ങുന്നതിനു മുൻപേ ഇരുട്ടത്ത് നിന്നൊരിക്കൽ കൂടി ആ കൊലക്കത്തി ഉയർന്നു താഴ്ന്നു. സുഹറയ്ക്കും കുത്തേറ്റു. ഇതിനിടെ ആ കുഞ്ഞും പുറത്തേക്കിറങ്ങി. ഈ ബഹളമെല്ലാം കേട്ട് സുൽഫിയത്തെത്തുമ്പോൾ കാണുന്ന കാഴ്ച ഭർത്താവ് മുഹമ്മദ് റാഫി തൻ്റെ മകൻ ഇഷാന് നേരെ പാഞ്ഞടുക്കുന്നതാണ്. പക്ഷെ അയാളുടെ കൈയെത്തും മുമ്പ് തന്നെ അവൾ മകനെ എടുത്തു. സർവശക്തിയുമെടുത്ത് ഇരുട്ടിനെ വകഞ്ഞുമാറ്റി അവൾ കുതിച്ചു. ഒരു കണക്കിനാണ് കുഞ്ഞിനെയും എടുത്തവൾ ഓടിയത്. പുറകെ അവനും ഓടി, കയ്യിൽ കരുതിയ കൊലക്കത്തിയുമായി മുഹമ്മദ് റാഫി. നാട്ടുകാരും പോലീസും എത്തുമ്പോൾ അവൻ ആ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. പിടി വീഴുമെന്നുറപ്പായതോടെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മുങ്ങി. അധിക ദൂരമൊന്നും പോയിട്ടുണ്ടാകില്ലെന്ന് നാട്ടുകാർക്കറിയാമായിരുന്നു. അവർ ആ പ്രദേശമാകെ അരിച്ചുപറക്കി. അവരുടെ വീടിനു പുറകിലുള്ള ഭാഗത്താണ് പള്ളിക്കാട്. മരിച്ചവർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറിസ്ഥാനിലെ കുറ്റിക്കാട്. അവിടെ ഒളിഞ്ഞിരിക്കുന്ന നിലയിലാണ് അയാളെ പോലീസ് പിടികൂടിയത്. പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അയാൾ താഴേക്ക് വീണുപോയി. കൈഞ്ഞരമ്പുകൾ മുറിക്കാൻ ശ്രമിച്ച നിലയിലായിരുന്നു അയാൾ. പോലീസ് അയാളെ ബലമായി തന്നെ പിടിച്ചുകെട്ടി. ആശുപത്രിയിലെത്തിച്ച മുഹമ്മദ് റാഫിക്ക് പക്ഷേ കാര്യമായ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വൈകാതെ അയാളെ പോലീസ് ഒറ്റപ്പാലം സ്റ്റേഷനിലേക്ക് മാറ്റി. ഏതോ ലഹരിയുടെ മായിക വലയത്തിലെന്ന പോലെ പിച്ചും പേയും പറയുന്നുണ്ടായിരുന്നു അയാൾ അപ്പോഴും. കുറ്റമേൽക്കേണ്ട ആവശ്യം പോലുമില്ലാത്ത വിധം അയാൾ നിയമത്തിന് നിരുപാധികം കീഴടങ്ങി. അധികാരം നഷ്ടപ്പെടുമ്പോഴാണ് ഒരാൾ അക്രമം പുറത്തെടുക്കുന്നത്. പങ്കാളിയെ ശാരീരികമായി കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത് മനസ്സിന്റെ ദൗർബല്യം. ഭർത്താവിന്റെ, പിതാവിന്റെ, മകന്റെ ഈ അധികാരമെല്ലാം നഷ്ടമായ റാഫിക്ക് അതായിരുന്നു ഏക വഴി: അക്രമം, അതിക്രൂരമായ കൊലപാതകം. നാളെ വീണ്ടും കാണാം മറ്റൊരു കേസുമായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.